ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 43 ഇടങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ. അത് തുടങ്ങാൻ പോകുന്നത് രാവിലെ 8 മണിക്കാണ്. 8:30യോടുകൂടി തന്നെ ആദ്യ ഫല സൂചനകൾ അറിയാൻ കഴിയും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക. സ്ട്രോങ് റൂം തുറക്കുക 7 മണിക്കാണ്. അതിനുശേഷം തന്നെ കൗണ്ടിംഗ് റൂമുകളിലേക്ക്, ടേബിളിലേക്ക് ഈ EVM മെഷീനുകൾ എത്തിക്കുന്നു. അതിന് തുടർന്ന് 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കൃത്യം ആരംഭിക്കും. 8:30യോടുകൂടി ആദ്യ ഫല സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഇടങ്ങളിലെയും ഓരോ മണ്ഡലത്തിലെയും ലീഡ് നില സംബന്ധിച്ചിട്ടുള്ള അതാത് സമയങ്ങളിലെ വിവരങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഒരു റണ്ണിംഗ് കമന്ററി പോലെ നിങ്ങൾക്ക് ലഭിക്കും. SKN ടീം ആ വിവരങ്ങൾ നൽകാൻ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. പിന്നെ തൊട്ടു പിന്നാലെ തന്നെ നിങ്ങൾക്ക് മാജിക് സ്ക്രീനിൽ നിന്ന് ഇതെല്ലാം വായിച്ചെടുക്കാൻ കഴിയും. ഓരോ മണ്ഡലങ്ങളിലെയും മാറി മറിയുന്ന ലീഡ് നില, ഇടതുമുന്നണിക്കും UDF-നും NDA-ക്കും കിട്ടുന്ന അവർ ഏതൊക്കെ സീറ്റുകളിൽ മുന്നിലാണ്, ഏതെങ്കിലും ഇടങ്ങളിൽ ഒരു അട്ടിമറി വിജയ സാധ്യത ഉണ്ടെങ്കിൽ ആ ലീഡ് നില സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ സ്ക്രീനിൽ നിന്ന് ഒറ്റയടിക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടി ഇത്തവണയും 24-ന്റെ മാജിക് സ്ക്രീനുണ്ട്. അനുജനി, നമ്മൾ പോകുന്നത് നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഇത്തവണ നെഞ്ചടിപ്പേറ്റുന്ന ഒട്ടേറെ സംഭവവികാസങ്ങൾ നടത്തുന്നുള്ളത്. ഏറ്റവും പ്രധാനം കണ്ണൂരിലാണ്. പാർട്ടി കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ ഇത്തവണ പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികൾ രംഗത്തേക്ക് വരുന്നത്. ഈ കഴിഞ്ഞ നാളുകൾ വരെ പാർട്ടിക്കൊപ്പം നിന്ന മുതിർന്ന അംഗങ്ങൾ മറുചേരിയിൽ നിന്ന് പാർട്ടി കോട്ടകളിൽ മത്സരിക്കുന്നത്, അതൊക്കെ ഏത് തരത്തിൽ ക്ഷീണം ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളത് അറിയാൻ ഇനി കാത്തിരിപ്പ് മണിക്കൂറുകളുടേത് മാത്രമാണ്. അപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? അജി കുഞ്ഞുമോനാണ് ചേരുന്നത്. അജി, ഗുഡ് മോർണിംഗ്. പറയൂ അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് GK. അനുജ, നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലാണ് എല്ലാ കണ്ണുകളും ഇത്തവണ പോകുന്നത്. പാർട്ടി കോട്ടയിൽ ഉണ്ടായ ചില വിള്ളലുകൾ ഏത് തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ അടക്കം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് തലത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പേരാവൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ടതാണ്. KK ശൈലജയും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും തമ്മിലുള്ള പോരാട്ടം. ആ മണ്ഡലം KK ശൈലജ തിരിച്ചു പിടിക്കുമോ, വർഷങ്ങൾക്ക് മുൻപ് പിടിച്ച മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയും കണ്ണൂരിലുമുണ്ട്. കണ്ണൂരിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ കുഞ്ഞികൃഷ്ണന്റെ വരവ് ഏത് തലത്തിലായിരിക്കും CPM-നെ ബാധിക്കുക, അതായത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏത് തലത്തിലുള്ള രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ളതെല്ലാം തന്നെയും ചോദ്യമായി ഉയരുന്നുണ്ട്. മറ്റൊന്ന്, കാസർഗോട്ടേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് വലിയ തലത്തിലുള്ള ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ മഞ്ചേശ്വരത്ത് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ BJP നേതൃത്വം വെക്കുന്നുണ്ട്. അത് മാത്രമല്ല UDF-ൽ വലിയ തലത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ ഒരു മണ്ഡലമുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലൊക്കെ ഏത് തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. BJP ഇത്തവണ മഞ്ചേശ്വരത്ത് അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നേരെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് 13 നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. ആ 13 നിയോജക മണ്ഡലങ്ങൾ 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ 11 LDF-നൊപ്പം നിന്നു. 2 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് UDF-നൊപ്പം നിന്നത്. അത് ഇത്തവണ ഏത് തലത്തിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് നോക്കിയിരിക്കേണ്ടത്. കാരണം പ്രധാനമായും UDF നേതാക്കളുടെ ആത്മവിശ്വാസം 8 മണ്ഡലങ്ങൾ തങ്ങൾ പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കോഴിക്കോടുമുണ്ട്. കോഴിക്കോട് നിന്നും നേരെ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്തെയും ഇത്തവണത്തെ മത്സരങ്ങൾ വലിയ തലത്തിൽ ലീഗിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. ജില്ലാ പഞ്ചായത്തിൽ വലിയ തലത്തിലുള്ള മുന്നേറ്റം അന്ന് ലീഗ് കാഴ്ചവെച്ചു. അതിനപ്പുറമുള്ള ഒരു മുന്നേറ്റം മലപ്പുറത്ത് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത് പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ്. നോട്ട് വിവാദം അടക്കമുള്ളവർ നമ്മൾ കണ്ടു കഴിഞ്ഞു. BJP-യുടെ ഒരു എക്ലാസ് മണ്ഡലം എന്നവർ വിശേഷിപ്പിക്കുന്ന പാലക്കാട് ഇത്തവണ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രമേശ് പിഷാരടിക്ക് എത്രത്തോളം അവിടെ മുന്നേറാൻ കഴിയും എന്നുള്ളതും നോക്കി നിൽക്കാൻ ഇത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടില്ല എന്ന് CPM പറയുമ്പോൾ പോലും വലിയ തലത്തിലുള്ള ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിലുണ്ട്. UDF പറയുന്നത്, അതായത് മലബാറിന്റെ മനസ്സ് ഇത്തവണ തങ്ങൾക്കൊപ്പമാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. അതിമണിക്കൂറിലെ ട്രെൻഡുകൾ എങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത്. അനുജ GK വിവരങ്ങൾ നൽകിയത്. മലബാറിലെ വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, അതോടൊപ്പം തന്നെ മുന്നണികൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷ, പാർട്ടിയുടെ ഉറച്ച കോട്ടയായ കണ്ണൂരിൽ എന്ത് സംഭവിക്കുമെന്ന ഉദ്വേഗം നിറഞ്ഞ
ആലോചനകൾ, ഇതൊക്കെ ഇതിന്റെ വിശദാംശങ്ങളാണ് അജി കുഞ്ഞുമോൻ നൽകിയത്. നമുക്കിനി NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്, NDA ക്യാമ്പ് എന്താണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം. അനുജ, നമുക്ക് പോകാനുള്ളത് അലക്സ് റാം മുഹമ്മദിന് അടുത്താണ്. അലക്സ് ഉള്ളത് BJP ആസ്ഥാനത്താണ്, തിരുവനന്തപുരത്ത്. അലക്സ്, NDA ഇത്തവണ കണക്ക് കൂട്ടുന്നത് അവർക്ക് ഏറ്റവും കുറഞ്ഞത് 2 സീറ്റെങ്കിലും കിട്ടും. അതിനപ്പുറത്ത് ചില എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രവചിക്കുന്ന പോലെ 14 സീറ്റ് വരെ NDAയുടെ പ്രകടനം മികച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ പറയുന്നത് കേരളം വലിയൊരു മാറ്റത്തിന് പരുവപ്പെട്ട് കഴിഞ്ഞു, ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത പോലും ഉണ്ട്, ഞങ്ങളായിരിക്കും കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ്. ഈ അവസാന മണിക്കൂറിലും NDA നേതാക്കൾക്ക് ആ പ്രതീക്ഷയുണ്ടോ? ആ ശുഭപ്രതീക്ഷയിലാണോ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ്? ഗുഡ് മോർണിംഗ്. NDA ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. നമുക്കറിയാവുന്നതുപോലെ ആകെ 140 മണ്ഡലങ്ങളിൽ 97 സീറ്റുകളിൽ BJP നേരിട്ട് മത്സരിക്കുന്നുണ്ട്. ഒരു NDA സ്വതന്ത്രൻ പേരാമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. 23 സീറ്റുകളിൽ BDJS-ഉം 19 സീറ്റുകളിൽ 2020-യുമാണ് NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്, അവരുടെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ 2020-ക്ക് ഇത്രയധികം സീറ്റുകൾ കൊടുത്തത് വലിയ വിവാദത്തിനൊക്കെ വഴിതെളിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം വോട്ടായി മാറും. അതെല്ലാം ചില ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് BJP ആ തരത്തിൽ 2020-ക്കും അതുപോലെ BDJS-നും ഒക്കെ സീറ്റ് കൂടുതൽ മേഖലകളിൽ നൽകിയത്. പ്രത്യേകിച്ച് A ക്ലാസ് മണ്ഡലങ്ങളിലടക്കം BJP ഈ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് അവിടെ വിജയിച്ച് കയറാം എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവരുടെ ഒരു വോട്ട് ഷെയർ പരിശോധിക്കുക. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ 12.5% അത് കഴിഞ്ഞ് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ ആ വോട്ട് ശതമാനം 19.24% അവർ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 14% ആ വോട്ട് ഷെയർ കുറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് 25% വോട്ട് ഷെയർ BJP പ്രതീക്ഷിക്കുന്നത്. അത് മിനിമം 20 വരെയെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 20 വരെയെങ്കിലും വോട്ട് ഷെയർ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ പല സീറ്റുകളിലും ജയിച്ചു കയറാം എന്ന പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്നതാണ് പൊതുവെ കേരളത്തിൽ കാണുന്ന ട്രെൻഡ്. BJP ഷുവറായി വിജയിക്കും എന്ന് പറയുന്ന മണ്ഡലം നേമവും കഴക്കൂട്ടവും തന്നെയാണ്. 5 സീറ്റുകളിൽ ഇപ്പോഴും അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നേമവും കഴക്കൂട്ടവും ഉൾപ്പെടെയുള്ള 5 സീറ്റുകളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, ചാത്തന്നൂർ മണ്ഡലങ്ങളിലാണ് BJP ഇപ്പോഴും അവർ 1ാം സ്ഥാനത്തേക്ക് എത്തും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങൾ, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ കണക്ക് കൂട്ടുന്ന ഏതാണ്ട് ഒരു 10 മുകളിലേക്ക് സീറ്റിലേക്ക് അവർ എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വോട്ടെണ്ണുമ്പോഴറിയാം ഏതു വിധത്തിൽ ആണ് ആ തരത്തിൽ BJPയുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ പൂവണിയുക എന്നുള്ളത് വോട്ടെണ്ണൽ നടക്കുമ്പോൾ അറിയാം. ദേവികുളത്തടക്കം അവർ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ CPM വിട്ടുപോയ S. രാജേന്ദ്രൻ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് സുപ്രധാനം. അതുപോലെ തിരുവല്ലയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പാലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് BJP, ഷോൺ ജോർജ് മത്സരിച്ച പാലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം CPM ക്യാമ്പ്, CPI ക്യാമ്പിൽ നിന്ന് അതുപോലെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നൊക്കെ കഴിഞ്ഞ തവണ മത്സരിച്ചവരെ പ്രത്യേകിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നുള്ള മത്സരം പല മണ്ഡലങ്ങളിലും നടത്തുന്നുണ്ട്. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നേമവും കഴക്കൂട്ടവും പിടിച്ചടക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. നേമത്ത് വിജയമല്ലാതെ മറ്റൊന്നും BJP ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേമത്ത് വിജയാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പോലും BJP നിർദ്ദേശം നൽകിയതായാണ് ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും പായസം വെക്കാനും അതുപോലെ ലഡു വാങ്ങാനും മറ്റ് വിജയാഘോഷം പൂരമാക്കാനും നേമത്തെ പല ജംഗ്ഷനുകളിലും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ BJP നിർദ്ദേശം നൽകിയതായുള്ള വിവരമുണ്ട്. നേമത്തെ സംബന്ധിച്ച് നേമം BJPയുടെ ശക്തി ദുർഗമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 22 വാർഡുകൾ, കോർപ്പറേഷനിലെ 22 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നേമം. അതിൽ ഭൂരിഭാഗം ഏതാണ്ട് 18ഓളം വാർഡുകളും BJPയുടെ കൈവശമാണ്. ബാക്കി 4-5 വാർഡുകൾ മാത്രമാണ് LDFന്റെ കൈവശമുള്ളത്. പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. നേമം പിടിച്ചടക്കാനാകും. ഏതാണ്ട് ഒരു 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ നേമം പിടിച്ചടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പ് അവിടെയും പ്രതീക്ഷിക്കുന്നത് ഒരു 8 റൗണ്ട് വരെയുള്ള വോട്ടെണ്ണൽ BJP NDA സ്ഥാനാർത്ഥി അവിടെ മുന്നിൽ നിൽക്കും. അത് കഴിഞ്ഞ് LDF തിരിച്ചുവരവ് നടത്തും നേമത്തെന്നുള്ളതാണ് അവരുടെ കണക്ക്. ഒരു 2000 വോട്ടിന് V. ശിവൻകുട്ടി ജയിക്കുമെന്നുള്ള LDFന്റെ കണക്ക്. അതെന്തായാലും നിൽക്കട്ടെ, പക്ഷേ വലിയ മുന്നേറ്റം ആറ്റിങ്ങലിൽ S. സുധീർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. ആ തരത്തിൽ പൊതുവിൽ BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. 20% വരെ വോട്ട് ഷെയർ ഉയർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5 മണ്ഡലങ്ങളിൽ അവർ ഉറപ്പായും വിജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തെത്തിയതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ 36 മണ്ഡലങ്ങളിൽ BJP 36
നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ആ 36 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് അവർ ഈ കാലയളവിൽ നടത്തിയത്. അതിൽ തന്നെ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് 30ഓളം മണ്ഡലങ്ങളിലെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താനാകും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് ശതമാനം 20% അടുത്തേക്ക് എത്തിയാൽ അത് ആ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴക്കൂട്ടവും നിയമവും BJP ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകും എന്ന പ്രതീക്ഷയും NDA ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. GK ഈ അതിൽ തന്നെ കാട്ടാക്കടയിലും ഒക്കെ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണ് ഒന്നിലേറെ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നത്. ഏതായാലും അതെ, ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നേമത്തൊക്കെ വലിയ ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇന്നിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പോലെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം ഓഫീസിലുണ്ടാകും, കൂടാതെ നേമത്തേക്കും അദ്ദേഹം പോകുമെന്നുള്ളതാണ്. നേതാക്കൾ എവിടെയാണ് ഉള്ളത് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൽ KPCC അധ്യക്ഷൻ അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, CPIM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്തുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ തുടരും, അതല്ലെങ്കിൽ കണ്ണൂരിലേക്ക് തിരിക്കുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി പിണറായിയിലാണുള്ളത്. രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹരിപ്പാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. VD സതീശൻ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അദ്ദേഹം ഉണ്ടാകും. KC വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഉദ്വേഗവും ആകാംക്ഷയുമാണ്. ആ മണിക്കൂറുകൾ അത് അതേ രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് ഒട്ടും ആവേശം ചോരാതെ എത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും 24 പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർ 24-നൊപ്പം തന്നെ തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.